Hi friends, Brutha Kartekileki എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾട്ടോ k10ൽ RPM മീറ്റർ സെറ്റ് ചെയ്യണം. അപ്പോൾ ആൾട്ടോ k10ൽ ആൾറെഡി RPM മീറ്റർ ഉണ്ട് കേട്ടോ. അതിൽ ആൾറെഡി ഉള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ റിറ്റ്സിൻ്റെ ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യണം. റിറ്റ്സിൻ്റെ ഒരെണ്ണം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റിറ്റ്സിൻ്റെ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 1071 രൂപയാണ് വരുന്നത്. ഇത് ഗുഡ് മോന്ന് എടുത്താണ് 1071 രൂപയ്ക്ക് ഇത് കിട്ടും. പിന്നെ പാർട്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്യണതിൻ്റെ രീതിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണതിനായി തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ അഴിച്ചാൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ ഇതിന് ഇവിടെ ഒരു 2 കാലും കൂടി ഉണ്ടാവും കേട്ടോ. അത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇവിടെ ഒരു നീളത്തിൽ 2 കാലും കൂടി ഉണ്ടാവും. റിറ്റ്സിൻ്റെയാണ്. റിറ്റ്സിൻ്റെ പെട്രോൾ തന്നെ മേടിക്കണം. എന്നാലാണ് നമുക്ക് ഈ പെട്രോൾ വണ്ടിയിൽ ഇത് സ്യൂട്ടാവുള്ളൂ. റിറ്റ്സിൻ്റെ ഡീസലുണ്ട്. ഡീസൽ മേടിച്ചിട്ട് കാര്യമില്ല, പെട്രോൾ തന്നെ മേടിക്കണം. പിന്നെ പറഞ്ഞ എസ്റ്റാറിൻ്റെ വരുന്നുണ്ട്. എസ്റ്റാറിൻ്റെ ഒരു 1600 രൂപയ്ക്ക് വേറൊരു മോഡൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വയർ വേണം. പിന്നെ വേണ്ടത് ഒരു റിലേ ആണ്. റിലേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബാക്ക് ലൈറ്റ് ഉണ്ട്, ഡാഷ്ബോർഡ് ലൈറ്റ് എന്ന് പറയില്ല, അതുണ്ട്. അത് അപ്പോൾ നമുക്ക് കത്തണമെന്നുണ്ടെങ്കിൽ പാർക്ക് ഓൺ ചെയ്യുമ്പോൾ കത്താൻ പാകത്തിന് കൊടുക്കാനാണ് അത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യണതിനായി തന്നെ ഇത് അഴിക്കണം. അതായത് ഇതൊക്കെ അഴിച്ചെടുക്കണം. ഇത് അഴിച്ചെടുക്കണമെങ്കിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടുത്തെ കവർ ഊരി മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കവർ അത് വെറുതെ ഒരു 3 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഊരിപ്പോരും കേട്ടോ. പിന്നെ ഇതൊക്കെ വെറുതെ പ്രസ്സിങ് ആണ്. വെറുതെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും കേട്ടോ. അത് ഇവിടെയൊക്കെ ലോക്കാണ്. ഞാൻ കാണിച്ചാൽ ഊരിയിട്ട് ഞങ്ങൾ തൽക്കാലം ഊരി നോക്കിയതാണ്. കേൾക്കണ്ട, ഇതിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ ഇത് ഊരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ഊരിയെടുക്കുന്നത് ഏറ്റവും ആദ്യം ഇതാണ് ഊരിയെടുക്കേണ്ടത്. ഈ ഒരു പീസ് നമ്മൾ ഇതിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഊരിപ്പോരും കണ്ട. ഇവിടുത്തെ ലോക്കുകളാണ്, എല്ലാം ലോക്കാണ്. ഇത് ഊരിയിട്ട് വേണം ഈ പീസ് ഊരാൻ. പിന്നെ ഇവിടെ ഈ ഒരു സ്ക്രൂ ഉണ്ടാവും, അത് ഊരിയിട്ട് ഇത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ RPM മീറ്റർ സെറ്റ് ചെയ്യാം. RPM മീറ്റർ സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് പാർക്ക് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്ലസും മൈനസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എല്ലാ കണക്ഷനും കിട്ടും. പിന്നെ ഇനി RPM സെൻസ് ചെയ്യണ ഒരു വയറാണ് എടുക്കേണ്ടത്. അത് മീറ്ററിൻ്റെ ബാക്കിലുണ്ടാവും. പക്ഷേ വളരെ മൈന്യൂട്ട് വയറാണ്. അതുമ്പോൾ തുടർന്നതിലും നല്ലത് നമുക്കിത് പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടാവും. പവർ സ്റ്റിയറിങ്ങിൻ്റെ മോഡ്യൂളിലേക്ക് കുത്തിയേക്കണേൽ എടുക്കട്ടെ കണ്ട. പവർ സ്റ്റിയറിങ്ങിൻ്റെ മോഡ്യൂളിലേക്ക് കുത്തിയേക്കണേൽ ഈ കളറ് ഒരു ചന്ദന കളർ പോലത്തെ ഒരു കളറുണ്ട്. ഇത് ഒരു വരയിട്ടേക്കണം. ഈ കളറ് ഇത് RPMത്തിൻ്റെയാണ്. അപ്പോൾ ഈ RPM ഇതിൽ നിന്ന് എടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇത് തന്നെ നേരെ ലൂപ്പ് ചെയ്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മൈന്യൂട്ടായിട്ട് കുത്തിയേക്കണതിൻ്റെ പേരിൽ അതിൽ നിന്ന് എടുത്തില്ല. പിന്നെ നേരെ അവിടെ ECMൻ്റെ അകത്തും വന്നിട്ടുണ്ട്. ഇതേ സെയിം കളർ ECMലും വന്നിട്ടുണ്ടാവും. അപ്പോൾ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടിയാണെങ്കിലും ECMയിൽ നിന്ന് ഇതേ കളർ വന്നിട്ടുണ്ടാവും. അത് എടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് എവിടെയാണ് വയ്ക്കേണ്ടതെന്നുള്ളത് ആണ്. അപ്പോൾ ഇത് വയ്ക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് കളഞ്ഞിട്ടുണ്ട്. സ്ക്രൂ ഒന്നും വേണ്ട. വെറുതെ ഇവിടെ 2 ഹോൾ കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാൽ മതി. വയർ പോകാനായിട്ടൊരു ഹോളും. അപ്പോൾ ഇത് എവിടെയാണ് വയ്ക്കേണ്ടതെന്നുള്ളത് നമ്മൾ പൊസിഷൻ കറക്റ്റായിട്ടൊന്ന് നോക്കണം. എന്നാലാണ് നമുക്കിത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഈ ഭാഗം വേണമെങ്കിൽ തൽക്കാലം ഇവിടെ എടുത്ത് വയ്ക്കാം. എന്നാലാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇവിടെ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ ഇതിങ്ങനെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നിന്നോളൂ. അപ്പോൾ ഇവിടെ 2 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ പീസ് മാത്രമായിട്ട് ഊരിയെടുക്കാം. പിന്നെ ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കണ്ട നമ്മളിവിടെ ഒരു RPM സെൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ RPM സെൻസ് വന്നേക്കണമെന്ന് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ നിന്ന് ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ പാർക്കിൻ്റെ ഒരു ലൈനുണ്ട്. പാർക്കിൻ്റെ വേണം. ഒരു ഇഗ്നീഷൻ ഓണാകുമ്പോൾ വരുന്ന ഇഗ്നീഷൻ്റെ ഒരു പ്ലസും ഒരു ഗ്രൗണ്ടും വേണം. അത് നമുക്ക് ഇവിടുത്തെ ഹസാഡസ് സ്വിച്ചിൽ നിന്ന് കിട്ടും. പാർക്കും കിട്ടും, പ്ലസും ഒരു നെഗറ്റീവും കിട്ടും. പിന്നെയാണ് നമുക്കിവിടെ റിലേയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ റിലേ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ നെഗറ്റീവിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നെഗറ്റീവാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇതിൻ്റെ ഡാഷ്ബോർഡ് ലൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഉള്ളിൽ മീറ്റർ കത്തുമ്പോൾ ഉള്ള ലൈറ്റ് കത്താൻ രാത്രിയാകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ നെഗറ്റീവ് കൊടുക്കേണ്ടത്. അത് കാരണം നമ്മൾ റിലേ കൊടുക്കണം. അപ്പോൾ അതിനാണ് റിലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിലേ ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഫുൾ ടൈം കത്തിക്കുന്ന രീതിയിൽ കൊടുക്കേണ്ടി വരും, നെഗറ്റീവ് കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ പാർക്ക് ഓൺ ചെയ്യുമ്പോൾ, അതായത് ഇതിനകത്ത് പാർക്ക് ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് പറ്റില്ല. അതുകൊണ്ട് റിലേ കൊടുക്കണേ. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്ലസും ഗ്രൗണ്ടും അത് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതായത് തന്നെ നമ്മൾ റിലേയുടെ പ്ലസും മൈനസായിട്ട് കൊടുക്കാം. അതുപോലെ RPM മീറ്ററിൻ്റെ ഇവിടെ വരുന്ന പ്ലസും ഇതുണ്ട്, കാണിച്ചു തരാം. RPM മീറ്ററിൻ്റെ ഈ ബ്ലാക്കും ഈ റെഡ് ബ്ലാക്കും ഇതാണ് പ്ലസും മൈനസും. ഇത് അങ്ങനെ തന്നെ കൊടുക്കണം. ഇത് RPM സെൻസ് കൊടുക്കുന്ന പച്ച നമ്മൾ ലൈൻ ഇപ്പോൾ അവിടെ നിന്ന് ലൂപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ലൈൻ എടുത്ത് കൊടുക്കണം. പിന്നെ ഇത് വരുന്നത് ആണ് നമ്മുടെ
പാർക്ക് എത്താൻ നേരത്തുള്ളതിൻ്റെ 2 5 പിന്നോ അതിനകത്ത് ഒരു പിന്ന് ഒടിച്ച് കളഞ്ഞേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിലേ ഓൺ ആകുമ്പോൾ ക്ലോസ് ആവുന്ന ലൈനിലേക്ക് ഇത് കൊടുക്കാം. ഇത് ഇവിടെ തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ പ്ലസും മൈനസും കൊടുക്കാം. അപ്പോൾ മൈനസ് തന്നെയാണ് നമുക്ക് വരുന്നത്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ആ റിലേ കണക്ഷൻ വർക്ക് ആയിക്കോളും. ഇത് നമുക്ക് ഈ ലൈനൊക്കെ കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ സ്ലോട്ട് ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഇട്ടിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ലൈനുകളൊക്കെ എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലൈനുകളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിലേ എല്ലാം കൊടുത്ത് കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. അതിനകത്ത് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഈ റെഡാണ് പാർക്കിൻ്റെ. ആ പാർക്ക് എടുത്തിട്ട് നമ്മൾ റിലേയുടെ പ്ലസ്സിൽ കൊടുത്തു. ഗ്രൗണ്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പാർക്ക് കത്താനുള്ള ലൈൻ നമ്മൾ റിലേയുടെ ഓപ്പോസിറ്റ് ലൈനിൽ കൊടുക്കുക. പിന്നെ ഇതിനകത്തുനിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഇത് കാണുന്നുണ്ട്, ഈ കളറ്, ഈ ഒരു ചന്ദന കളർ ആയതുകൊണ്ട് പോലത്തെ ഒരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് പോലത്തെ കളറാണ് ഇഗ്നീഷൻ ഫുൾ ടൈം കറണ്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നേരെ എടുത്തിട്ട് RPM മീറ്ററിൻ്റെ പ്ലസ്സിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കണക്ഷൻ, വേറെ ഒന്നുമില്ല. നമുക്കിത് ഓൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അത് എന്നിട്ട് ഇവിടെ ഒന്ന് ടേപ്പൊക്കെ ചുറ്റി കറക്റ്റായിട്ട് വെച്ചാൽ മതി. ഇത് ഇവിടെ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് ടേപ്പ് ചുറ്റി കഴിഞ്ഞാൽ പിന്നെ മുട്ടൊന്ന് പേടിക്കണ്ട. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിനി ഇത് ടേപ്പ് ചെയ്താണ് ഇട്ടാൽ മതി. എന്നിട്ട് ഓടിച്ച് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഊരിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെറുതെ കുത്തിയാൽ മതി. ഇത് ഇവിടെ കുത്തുക, ഇത് ആദ്യം വയ്ക്കുക. ഇതെല്ലാം ഇങ്ങനെ വെറുതെ കയറ്റിയിട്ടാൽ മതി കേട്ടോ. ഇത് വയർ കറക്റ്റായിട്ട് അതിന് മുകളിൽ കൂടിയാണ് പോയേക്കണമെന്ന് നോക്കിയാണ്. ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇനിയിപ്പം മീറ്ററിൻ്റെ കവർ അത് നമ്മൾ ഇതുപോലെ ഇതിലേക്ക് കൂടി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് കേട്ടാത്തിരി പണിയായിരിക്കും, കാരണം നമ്മളത് ഇത് വയ്ക്കുന്നതിന് മുമ്പാണ് ഊരി എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കയറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇതൊന്നും ഇതുപോലെ തന്നെ പ്രസ് ചെയ്താൽ മതി. എല്ലാം പ്രസ്സിങ് കണ്ടോ, വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവങ്ങൾ പൊക്കോളും. നമ്മളിതുപോലെ ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇതൊക്കെ പിന്നെ ഇനി അവസാന പീസ് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും ആദ്യം ഊരണ്ട കേട്ടോ. ഇത് ഊരി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഊരിപ്പോരുള്ളൂ. ഞാൻ അവസാന പീസ് ഇതുപോലെ എടുത്ത് പതുക്കെ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഓക്കെ, ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് പിന്നെ ഇവിടുത്തെ ഒരു കവറുണ്ട് കേട്ടോ. ഈ കവർ ഊരിയിട്ടൊക്കെ ആയിരുന്നു. ഈ കവറും 3 സ്ക്രൂ കൊണ്ട് പിടിപ്പിക്കാം. പിന്നെ ഇവിടെ മുറുക്കി വെച്ചാൽ മതി. നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ തരും. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, നമ്മളിതിന് പാർക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടെ ലൈറ്റ് കത്തും. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഒന്ന്. RPM അവിടെ കയറിയേക്കണ കാണാൻ പറ്റും. ഞാൻ റേസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് ആൾറെഡി ഉള്ളിലുണ്ട്. അപ്പോൾ റോഡ് വേണമെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ വണ്ടി തന്നെ നാളെ ഇനി നമ്മൾ സെൻട്രൽ ലോക്ക് ചെയ്യണ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിലൊരു വീഡിയോ ഉണ്ട്. ഇത് ഒരുപാട് പരിപാടികളൊക്കെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്കിനി ആ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ.